നമ്മൾ ഇന്നൊരു പുതിയ കഥയിലേക്ക് കടക്കുകയാണ്. കൊക്കിന്റെയും മത്സ്യങ്ങളുടെയും കഥ നമുക്കറിയുന്ന കഥയാണ്. ഇത് കൊത്തി കൊത്തി കൊണ്ടുപോയി തിന്നത്. ഇതിപ്പം സിംഹവും മുയലുമാണ് കഥ. ഒരിക്കലൊരു കാട്ടിൽ മഹാപരാക്രമിയ സിംഹമാണിലും മുത്രൻ. അവൻ ആര് പറയുന്നത് കഥ പറഞ്ഞു കൊടുക്കുന്നതാണ്. അവൻ ആഹാരമില്ലാതെയും വെറുതെ വിനോദത്തിനായി മൃഗങ്ങളെ കൊല്ലുക പതിവായിരുന്നു. സിംഹം അല്ലെങ്കിൽ മൃഗങ്ങളെല്ലാം അവർക്ക് ഭക്ഷണത്തിന് മാത്രമേ മൃഗങ്ങളെ കൊല്ലൂലൂ എന്നറിയും. ഇത് വെറുതെ കൊല്ലുന്നു, അത്രക്ക് അഹങ്കാരിയായിപ്പോയി. അനേകം മൃഗങ്ങൾ അങ്ങനെ ചത്തൊടുങ്ങിയപ്പോൾ കാട്ടിലെ മൃഗങ്ങൾ സംഘം ചേർന്ന് സിംഹത്തെ സമീപിച്ചൊരു നിവേദനം സമർപ്പിച്ചു. എന്താ നിവേദനം? പ്രഭോ, അങ്ങ് ഇപ്രകാരം മൃഗങ്ങളെ കൊന്നൊടുക്കിയാൽ ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം പെട്ടെന്ന് ഇല്ലാതായി പോവില്ലേ? അങ്ങയുടെ ആഹാരം തന്നെ പ്രശ്നമാകൂലേ? അതുകൊണ്ട് ഞങ്ങളിൽ ഒരാൾ വീതം ദിവസവും അങ്ങയുടെ ഭക്ഷണമായി നേരിട്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇത് നമുക്കറിയുന്ന കഥയാണേ. സിംഹം അത് സമ്മതിച്ചു. അന്നു മുതൽ ഓരോ ദിവസം ഓരോ മൃഗങ്ങൾ വീതം സിംഹത്തിന്റെ ഭക്ഷണമായി കൊണ്ടേയിരുന്നു. ഒരു ദിവസം മുയലിന്റെ ഊഴം വന്നു. ഒരു കുഞ്ഞു മുയല്. അവനും ഒരുങ്ങി പുറപ്പെട്ടെങ്കിലും ഈ സിംഹത്തെ ഇല്ലാണ്ടാക്കാൻ എന്താ വഴി എന്നാണ് അവൻ ആലോചിച്ചത്. എന്നിട്ട് വളരെ മെല്ലെ 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 നടന്നു. അല്ലെങ്കിൽ തന്നെ തുള്ളിച്ചാടി പോയിട്ടില്ല. വഴിക്കൊരു പൊട്ടക്കിണർ കണ്ടപ്പോൾ അവനൊരാശയം തോന്നി. പിന്നെ അവൻ വേഗം നടന്നു സിംഹത്തിന്റെ മുന്നിലെത്തി. പക്ഷേ വിശന്നു വലഞ്ഞിരുന്ന സിംഹം അലറി. അല്ലെങ്കിൽ തന്നെ സിംഹത്തിനൊരു ഇതൊന്നും മൂക്കിൽ കയറ്റാനില്ല ഒരു മുയലിനെ. കീടമേ, നീ എന്താണ് ഇത്ര താമസിച്ചത്? അയ്യോ മഹാരാജൻ, ഞാൻ ഓടിക്കിതച്ച് വരുമ്പോഴാണ് മറ്റൊരു സിംഹം എന്നെ തടഞ്ഞു നിർത്തിയത്. അവൻ പറയുന്നു അവനാണ് ഈ കാട്ടിലെ രാജാവെന്ന്. ഒരു തരത്തിൽ അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരികയാണ് ഞാൻ, പൊറുക്കണേന്ന് പറഞ്ഞു. ഞാനല്ല, മറ്റൊരു സിംഹോ ഈ കാട്ടിലോ? രാജാവാകാൻ ശ്രമിക്കുന്നു. എന്നാൽ അവന്റെ കഥ കഴിച്ചിട്ട് തന്നെ കാര്യം. എവിടെയാണവൻ? എന്നെ കാണിച്ചു, എന്നിട്ട് ഞാൻ നിന്നെ തന്നില്ലോ എന്ന് പറഞ്ഞു. മുയൽ ഭവ്യതയോടെ മുന്നിൽ നടന്നു. പിന്നിൽ സിംഹവും കിണറ്റിൻ കരയിൽ കയറിയുന്നുണ്ട്. മുയൽ പറഞ്ഞു, തമ്പുരാനെ അവൻ. സിംഹം കിണറ്റിലേക്ക് എത്തി നോക്കിയപ്പോൾ വെള്ളത്തിൽ തന്റെ പ്രതിരൂപമാണ് കണ്ടത്. ബുദ്ധിയായ സിംഹത്തിന് അത് മനസ്സിലായില്ല. അത് മറ്റൊരു സിംഹമാണെന്ന് ധരിച്ചവൻ കിണറ്റിലേക്ക് എടുത്തു ചാടി. അതോടെ കഥയും കഴിഞ്ഞു. സിംഹത്തെ ഇല്ലായ്മ ചെയ്ത മുയലിനെ മറ്റു മൃഗങ്ങളെ ഏറെ വാഴ്ത്തി. കുഞ്ഞു മുയലിന്റെ ബുദ്ധി ഉണ്ടോ? ഇതാണ് കായശക്തിയേക്കാൾ ബുദ്ധിശക്തിയാണ് പ്രധാനമെന്ന് പറയുന്നത്. മുയലിനെ പോലെ പ്രജ്ഞാശക്തി ഉപയോഗിച്ച് താൻ കാര്യം സാധിക്കുമെന്ന് ദമനകൻ പറഞ്ഞു. തുടർന്നൊരു ദിവസം സഞ്ജീവകൻ അടുത്തില്ലാത്ത തരം നോക്കി ദമനകൻ സിംഹത്തെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു. പ്രഭോ, അങ്ങ് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സംജീവകനുണ്ടല്ലോ, മഹാചാദ്യനാണ് കേട്ടോ അവൻ. അങ്ങയെ കൊന്ന് കാട്ടിലെ രാജാവകൻ തരുന്ന പാർത്തിരിക്കുകയാണവൻ. നമ്മുടെ പ്രജകൾക്കിടയിൽ അവൻ അങ്ങയെക്കുറിച്ച് നിരവധി അപവാദങ്ങൾ പറഞ്ഞു പരത്തുകയും സ്വന്തം ചേരിയിലേക്ക് അവരെ സ്വാധീനിക്കുകയും ചെയ്യുകയാണ്. അവൻ എത്രയും വേഗം വധിച്ചു കളയുന്നതാവും ഉത്തമം എന്ന് പറഞ്ഞു. ദമനകന്റെ വാക്കുകൾ കേട്ടിട്ടും പിങ്കളകനെ അതത്ര ബോധ്യമൊന്നും ആയില്ല. പുല്ലു തിന്ന് ജീവിക്കുന്ന ഒരു കാള തന്നോട് എതിർക്കാൻ ധൈര്യം കാട്ടുമോ? അതുമല്ല, ഒരു സുഹൃത്തിന് വെറുതെ എങ്ങനെ താൻ കൊല്ലും? ഇവർ നല്ല സുഹൃത്തുക്കളാണല്ലോ, സിംഹു ഈ കാളയും. അതിന്റെ അടുത്ത് ഇവൻ കുറുക്കന്റെ പണിയെടുത്തത് അസത്ത്. ഈ സംശയം കേട്ടപ്പോൾ ദമനകൻ വീണ്ടും എരിവ് കയറ്റി. അവനെ അങ്ങനെ നിസ്സാരനായി കാണരുത് പ്രഭു. അവന്റെ കൂർത്ത കൊമ്പുകൾ കണ്ടില്ലേ, അത് അങ്ങയുടെ മാറിൽ കുത്തി കയറ്റിയാലോ? ഒരുപക്ഷെ അവൻ നേരിട്ട് എതിർത്തില്ലെന്നും വരാം. മറ്റു വഴിക്കായിരിക്കും ആപത്ത് വരുത്തുന്നത്. ദുർജനങ്ങളുമായുള്ള സംസർഗം എന്തായാലും അപകടകരമാണ്. ഉദാഹരണമായി ഞാനൊരു കഥ പറയാം. കഥ പറയാൻ തുടങ്ങി. ഉദാഹരണ സമയം കഥ പറഞ്ഞിട്ടാണ് കാര്യങ്ങളെ ബോധിപ്പിക്കാറ്. പണ്ട് 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 ഒരു മഹാരാജാവിന്റെ കിടക്കയിൽ ഒരു മന്ദവിസർപ്പിണി എന്നു പേര് ഒരു പേൻ വസിച്ചിരുന്നു. പേന്റെ പേരെന്താ? മന്ദവിസർപ്പിണി. രാജാവ് ഉറങ്ങുമ്പോൾ സൗകര്യമായി രാജരക്തം പാനം ചെയ്ത് അവൾ സുഖം വാണു. ഒരു ദിവസം വിട്ടിഭൻ എന്നു പേര് ഒരു മൂട്ട എവിടെ നിന്നോ അവിടെ എത്തി. പേ മൂട്ടയെ ശാസിച്ചോടിക്കാൻ ശ്രമിച്ചു. അപ്പൊ മൂട്ട നയപരമായി പറഞ്ഞു, സഹോദരി, ഞാൻ ഇതുവരെ രാജാവിന്റെ ചോര കുടിച്ചിട്ടില്ല കേട്ടോ. മരിക്കും മുമ്പ് ഒരൊറ്റ തവണ രാജരക്തത്തിന്റെ രുചി അറിയണമെന്നത് എൻ്റെ വലിയൊരാഗ്രഹമാണ്. ഇന്നൊരു രാത്രി മാത്രം ഇവിടെ തങ്ങാൻ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞു. അവന്റെ സംസാരം കേട്ട് സഹതാപം തോന്നിയ പേൻ സമ്മതിച്ചു.
രാത്രി രാജാവ് ഉറങ്ങാൻ വന്ന് കിടന്നു. രാജാവ് നല്ല ഉറക്കം പിടിച്ചിട്ടേ രക്തപാനം നടത്താവൂ എന്ന് പേൻ മൂട്ടക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും അവന് കൊതി സഹിച്ചില്ല. രാജാവ് ഉറങ്ങും മുമ്പ് അവൻ രാജാവിനെ കടിച്ചു. ചാടി എഴുന്നേറ്റ രാജാവ് ഭടന്മാരെ വിളിച്ച് കിടക്ക പരിശോധിക്കാൻ ആജ്ഞാപിച്ചു. അവർ കിടക്ക പൊട്ടി കുടഞ്ഞപ്പോഴേക്കും മൂട്ട ഓടി മറിഞ്ഞിരുന്നു. പാപപ്പേനിനെ അവർ ഞെരിച്ചു കൊല്ലുകയും ചെയ്തു. ഇതുപോലെ ആയിരിക്കാം ആ കാള മൂലം അങ്ങേക്കും ആപത്ത് വരുന്നത് എന്ന് പറഞ്ഞു. ഇത്രയുമൊക്കെ കേട്ടപ്പോൾ കാളയെ കൊല്ലുക തന്നെയാണ് നല്ലതെന്ന് പിങ്കളകനും തോന്നി സിംഹത്തിന്. അത് മനസ്സിലാക്കിയ ദമനകൻ വേഗം സഞ്ജീവകനെ സമീപിച്ചു. സഞ്ജീവകനായ കാള. കൊല്ലു തിന്നുകൊണ്ടിരുന്ന അവനോട് ദമനകൻ പറഞ്ഞു, പ്രിയ ചങ്ങാതി, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ് കേട്ടോ. രാജാവിനോട് കുബുദ്ധികളായ സേവകന്മാരാരോ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ നുണകൾ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. ഇന്നും നമ്മുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അദ്ദേഹം അത് കേട്ട് ക്രുദ്ധനായിരിക്കും. ഇനി നിങ്ങളെ കണ്ടാൽ അടിച്ചു കൊല്ലാനിരിക്കുകയാണ്. വേഗം രക്ഷപ്പെട്ടുകൊള്ളുക. അത് കേട്ട് സഞ്ജീവൻ പറഞ്ഞു, ശരിയാണ്, രാജാവിന്റെ സ്നേഹം വിശ്വസിക്കാനാവില്ല. ക്രൂരന്മാരാൽ വലയം ചെയ്യപ്പെടുന്ന രാജാവും ക്രൂരനാകും. ഉദാഹരണമായി ഞാനൊരു കഥ പറയാം. ജീവൻ കിട്ടിയിട്ട് ഓടിപ്പോലല്ല കഥ. ഒരിക്കൽ മതോൽക്കടൻ എന്നു പേരാ ഒരു സിംഹം ഒരു കാട്ടിൽ രാജാവായി വാണിരുന്നു. ആ മൃഗരാജന്റെ സേവകരായ ഒരു പുലി, കാക്ക, കുറുക്കൻ, ഇങ്ങനെ 3 പേരുണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ അവർ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ വികൃതരൂപിയായ ഒരു മൃഗത്തെ കണ്ടുമുട്ടി. അതൊരു ഒട്ടകമായിരുന്നു. മുമ്പ് കണ്ടിട്ടില്ലാത്ത ആ വിരൂപിയെ ചൂണ്ടി അതെന്ത് സത്വമാണെന്ന് മൃഗരാജൻ ചോദിച്ചു. അതൊരൊട്ടകമാണെന്ന് കുറുക്കൻ പറഞ്ഞു. ഇവനും തന്റെ സേവകനായി കൊള്ളട്ടെ എന്ന് സിംഹം തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം സിംഹം ഒരാനയുമായി ഏറ്റുമുട്ടാനിടയായി. കുറച്ചധികം പരിക്ക് പറ്റി. ദേഹമാകെ മുറിവുകളുമായി കിടപ്പില സിംഹത്തിന് വേട്ടയാടാൻ കഴിയാതായി പോയില്ലേ. വിശപ്പും വേദനയും കൊണ്ട് അവശനായ രാജാവിനെ എങ്ങനെ സഹായിക്കാമെന്നായി സജീവരുടെ ചിന്ത. ഒട്ടകം അടുത്തില്ലാത്ത സമയം നോക്കി അവർ സിംഹത്തോട് അതിനെ ഒന്ന് തിന്നൂടെയെന്ന് ചോദിച്ചു. തന്നെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുവനെ അകാരണമായി വധിക്കുന്നത് അധർമ്മമല്ലേ എന്നായിരുന്നു സിംഹത്തിന്റെ സംശയം. അത് കേട്ട് അവർ പറഞ്ഞു, അവൻ സ്വയം അനുവദിച്ചാൽ കൊല്ലുന്നത് തെറ്റാവില്ലല്ലോ. സൂത്രം കേട്ടോ. അത് സിംഹവും സമ്മതിച്ചു. അപ്പോഴേക്കും ഒട്ടകം അവിടെ എത്തി. അവൻ കേൾക്കെ കാക്ക സിംഹത്തോട് പറഞ്ഞു, മഹാരാജൻ, അങ്ങയുടെ ദയനീയാവസ്ഥ കണ്ടു നിൽക്കാൻ എനിക്കാവുന്നില്ല. എന്നെ കൊന്നതിന്ന് വിശപ്പടക്കിയാലും എന്ന് പറഞ്ഞു കാക്ക. അത് കേട്ട് സിംഹം പറഞ്ഞു, നീ എന്റെ സേവകനല്ലേ, നിന്നെ കൊല്ലുകയോ? അത് അധർമ്മമാണ്. അപ്പോൾ കുറുക്കം മുന്നോട്ടൊന്ന് പറഞ്ഞു, അല്ലെങ്കിലും ഒരു കാക്കയുടെ മാംസം കൊണ്ട് അങ്ങേക്ക് വിശപ്പടങ്ങുമോ? അങ്ങ് എന്നെ കൊന്നു തിന്നാലും എന്ന് പറഞ്ഞു. അപ്പോഴും സിംഹം അതേപടി എന്നെ പറഞ്ഞു. അടുത്ത ഊഴം പുലിയുടേതായിരുന്നു. പുലിയും സ്വയം സിംഹത്തിന്റെ ഭക്ഷണമാകാൻ ഒരുങ്ങി. സിംഹം അതും സ്വീകരിച്ചില്ല. എല്ലാം കേട്ടു നിന്ന പാപം ഒട്ടകം വിചാരിച്ചു, ഇവരെല്ലാവരും ഇങ്ങനെ സ്വയം സമർപ്പിച്ചിട്ടും ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് ശരിയാണോ? ഞാനും അവരെ അനുകരിക്കണ്ടേ? എന്തായാലും താനും സേവകനായതുകൊണ്ട് സിംഹം തന്നെയും കൊല്ലുകയില്ലായിരിക്കാം. ഒട്ടകം ഉറക്കെ പറഞ്ഞു, അല്ലയോ രാജൻ, അങ്ങയുടെ വിശപ്പടക്കാൻ ആവശ്യത്തിലധികം മാംസം എന്റെ ശരീരത്തിലുണ്ട്. എന്നെ കൊന്നു തിന്നാലും പറഞ്ഞു. ഒട്ടകം ഇത് പറഞ്ഞു തീരും മുമ്പ് സിംഹം അവനെ കൊന്നു വീഴ്ത്തി. അതുപോലെ ഏതോ ദുഷ്ടബുദ്ധികളുടെ ഗൂഢാലോചനയാൽ പിങ്കളകൻ ഇപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞതാവും. ഞാൻ അപകടത്തിലായല്ലോ, ഇനി എന്താ ചെയ്യുക എന്നും പറഞ്ഞ് സഞ്ജീവകൻ ഈ ദമനകനോട് പറയുന്നു. അങ്ങനെ നിരാശനാകേണ്ടതില്ല. അപ്പം ദമനകൻ പറഞ്ഞു, അങ്ങനെ നിരാശനാവണ്ട, ഏതാവൽ ഘട്ടത്തെ നാം ധൈര്യമായി നേരിടണം. കേട്ടിട്ടില്ലേ കുളക്കോഴി ദമ്പതികളുടെ കഥ? ഒരു കുളക്കോഴികളുടെ കഥ പറയാൻ തുടങ്ങി. ഒരിക്കലൊരു കുളക്കോഴിയും ഭാര്യയും സമുദ്രതീരത്ത് വസിച്ചിരുന്നു. ഭാര്യ മുട്ടയിടാൻ കാലമായപ്പോൾ അവൾ ഭർത്താവിനോട് പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാം, എനിക്ക് മുട്ടയിടാൻ കാലമായിരിക്കുന്നു. ഇവിടെ മുട്ടയിട്ടാൽ ഈ സമുദ്രം അതെല്ലാം അപഹരിക്കും. അപ്പൊ ഭർത്താവ് പറഞ്ഞു, അങ്ങനെ ഭയപ്പെട്ടാലോ? സമുദ്രം എനിക്ക് വിരോധിയാകുകയൊന്നുമില്ല. അപ്പോൾ ഭാര്യ വീണ്ടും പറഞ്ഞു, ഞാൻ നമ്മുടെ നന്മയ്ക്കായാണ് പറയുന്നത്. അത് കേട്ടില്ലെങ്കിൽ കമ്പുഗ്രീവന്റെ നാമക്ക് പറ്റിയ പറ്റി നമുക്കും പറ്റും. കമ്പുഗ്രീവൻ ഒരു തടാകത്ത് സുഖമായി കഴിയുകയായിരുന്നു. ആമ. ആ സമയത്ത് വികടൻ, സംകടൻ എന്നിങ്ങനെ 2 അരയന്നങ്ങൾ അവിടെ സ്ഥിരമായി ഉല്ലസിക്കാൻ വരുമായിരുന്നു. അവരുമായി കമ്പുഗ്രീവൻ നല്ല സ്നേഹത്തിലായി, സൗഹൃദത്തിലായി.
ഒരു വേനൽക്കാലത്ത് ആ ചെറു തടാകത്തിലെ വെള്ളം പൂർണ്ണമായും വറ്റിയപ്പോൾ അരയന്നങ്ങൾ മറ്റൊരു സരസ് തേടിപ്പോകാൻ തുടങ്ങി. അപ്പോൾ തന്നെ കൂടി കൊണ്ടുപോകണേന്ന് ആമ അപേക്ഷിച്ചു. വളരെ ആലോചിച്ച ശേഷം അരയന്നങ്ങൾ ഒരു ബലമുള്ള കമ്പ് കൊണ്ടുവന്ന് ആമയോട് അതിന്റെ നടുക്ക് കടിച്ചു പിടച്ച് കിടന്നുകൊള്ളാനും അടുത്ത പൊയ്കയിലിട്ട് കമ്പിന്റെ രണ്ടറ്റം ഇരുവരും കൊത്തിയെടുത്തു. ആ അതല്ല അതിന് പറഞ്ഞു, ഒരു കാരണവശാലും ആ തടാകത്തിൽ എത്തുന്നവരെ വായ തുറന്നു പോകരുതേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കമ്പിന്റെ രണ്ടറ്റവും കൊത്തിക്കൊണ്ട് ഇങ്ങനെ ആകാശത്തിലൂടെ പറഞ്ഞു. ആ പറയപ്പോ ഒരു ഗ്രാമത്തിലെ ആളുകൾ ഈ ആകാശയാത്ര കണ്ട അത്ഭുതത്തോടെ കൈകൊട്ടുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്തു. അത് കണ്ട് ആമക്ക് ദേഷ്യം വന്നില്ലേ. ആമ അവരെ ശാസിക്കാനായി വാ തുറന്നുണ്ടോ എന്താ വീണ് കിടക്കുന്നു താഴെ. ചിന്നിച്ചെതറിപ്പോയി. അതാണ് നല്ല ഉപദേശം കേൾക്കാതിരുന്നാൽ സംഭവിക്കുക. ആൾക്കാർ അവന്റെ ഇറച്ചി പേര് വെച്ച് തിന്നിട്ടുണ്ടാവും. പുളക്കോഴി പെണ്ണ് ഇപ്രകാരം പറഞ്ഞെത്തിയപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണല്ലേ, എന്നാൽ ഞാനും ഒരു കഥ പറയാട്ടോ, അത് കേട്ടോളൂ. 3 മത്സ്യങ്ങളുടെ കഥയാണ് ഞാൻ പറയുന്നത്. ഒരു നദിയിൽ 3 മത്സ്യങ്ങൾ പാർത്തിരുന്നു. അനാഗത വിഘാതൻ, പ്രത്യുൽപ്പന്നമതി, എൽ ഭവിഷ്യ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. ഒരിക്കൽ കുറേ മുക്കുവന്മാർ നദിയോരത്ത് വന്ന് നോക്കിയിട്ട്, ഈ ഭാഗത്ത് ധാരാളം മത്സ്യമുണ്ട്, നമുക്ക് നാളെ ഇവിടെ വല വീശണം എന്ന് പറഞ്ഞത് അവർ കേട്ടു. ഇനി ഇവിടെ കഴിയുന്നത് ആപത്താണെന്ന് ഉറപ്പിച്ച് അനാഗത വിഘാതനുടൻ തന്നെ അവിടെ നിന്ന് നദിയുടെ മറ്റൊരു ഭാഗത്തേക്ക് നീന്തി രക്ഷപ്പെട്ടു. അപകടം വരുമ്പോൾ യുക്തിപൂർവ്വം പ്രവർത്തിക്കാമെന്ന ധൈര്യത്തിൽ പ്രത്യുൽപ്പന്നമതി അവിടെ തന്നെ കഴിഞ്ഞു. എൽഭവിഷ്യനാകട്ടെ എല്ലാം വിധി പോലെ വരുമെന്ന് ഉറപ്പിച്ച് അവിടെ തന്നെ വധിച്ചു. പിറ്റേന്ന് മുക്കൂർ വന്ന് വല വീശി. പ്രത്യുൽപ്പന്നമതിയും എൽഭവിഷ്യനും വലയിൽപ്പെട്ടു. ബുദ്ധിമാനായ പ്രത്യുൽപ്പന്നമതി ചത്തതുപോലെ മലർന്ന് കിടന്നു. ഇത് ചത്ത മത്സ്യമാണ്, തിന്നാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് മുക്കുവർ അതിനെ എടുത്ത് ആറ്റിലേക്ക് എറിഞ്ഞു. അവൻ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു. എൽഭവിഷ്യനാകട്ടെ മുക്കുവരുടെ കൂടയിലുമായി. ആ പ്രത്യുൽപ്പന്നമതിയെ പോലെ ഞാനും ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് ആര് പറഞ്ഞു? ഈ പക്ഷി, ഭർത്താവായ പക്ഷി പറഞ്ഞു. അങ്ങനെ കുളക്കോഴി ദമ്പതികൾ അവിടെ തന്നെ പാർപ്പ് തുടർന്നു. കുളക്കോഴി പെണ്ണ് യഥാസമയം മുട്ടയിട്ടു. ഒരു വൻ തിരമാല വന്നപ്പോൾ മുട്ടകളെല്ലാം സമുദ്രത്തിൽ കൊലിച്ചുപോയി. പോരെ പോരെ. അതുകൊണ്ട് അവൾ നിലവിളി കൂട്ടി ഭർത്താവിനോട് പരാതി പറഞ്ഞു. ഇപ്പോഴെന്തായി? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അത് കേട്ട് കുളക്കോഴി മറ്റു പക്ഷികളെ സമീപിച്ചു. സമുദ്രത്തിന്റെ അഹങ്കാരത്തിന് പകരം ചോദിക്കണമെന്ന് ഗംഭീരം. സമുദ്രത്തോടാ കളി. പക്ഷി സംഘം തീരുമാനിച്ചു. അവരെല്ലാവരും കൂടി പക്ഷിരാജനും വിഷ്ണുവാഹനവുമായ ഗരുഡനെ സമീപിച്ച് സങ്കടം ഉണർത്തിച്ചു. ഗരുഡൻ വിഷ്ണു ഭഗവാനോട് സമുദ്രം ചെയ്ത അനീതിയെ കുറിച്ച് പരാതി പറഞ്ഞു. വിഷ്ണു ഭഗവാൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് സമുദ്രത്തെ വറ്റിച്ചു കളയാൻ ഒരുങ്ങി. ഇതറിഞ്ഞ് സമുദ്രം ക്ഷമായാചനയോടെ കുളക്കോഴിയുടെ മുട്ടകൾ തിരികെ കൊടുത്തു. ധൈര്യപൂർവം നേരിട്ടാൽ ഏത് ശത്രുവിനെയും തോൽപ്പിക്കാമെന്നാണല്ലോ ഈ കഥ തെളിയിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ സിംഹത്തോട് യുദ്ധം ചെയ്യുക തന്നെ വേണം. ഉണ്ടോ സൂത്രം? സിംഹത്തെ വധിച്ചാൽ ഈ കാട്ടിലെ രാജാവായി താങ്കൾക്ക് വാഴാം. ഇപ്രകാരം മേഷണി കൂട്ടിയിട്ട് ദമനകൻ മടങ്ങിപ്പോന്നു. പിന്നെ ഒട്ടും വൈകാതെ കാളയും സിംഹവും ഏറ്റുമുട്ടി. രണ്ടുപേരും ശക്തമായി പൊരുതി. ഈ യുദ്ധം നോക്കിക്കൊണ്ട് കരടകൻ ദമനകനോട് പറഞ്ഞു, താൻ ചെയ്തത് അധർമ്മമാണ്. 2 സുഹൃത്തുക്കളെ വെറുതെ ഏഷണി കൂട്ടി ശത്രുക്കളാക്കിയത് ശരിയായില്ല കേട്ടോ. ഇങ്ങനെയുള്ള പ്രവൃത്തി ഒരിക്കലും നന്മ വളർത്തുകയില്ല. ഉദാഹരണമായിട്ട് ഞാനൊരു കഥ പറയാം. എല്ലാത്തിനും ഉദാഹരണം കഥയാണ്. ധർമ്മബുദ്ധിയും ദുഷ്ടബുദ്ധിയും എന്ന 2 പേരുടെ കഥ ഞാൻ പറഞ്ഞുതരാം. പണ്ടൊരിക്കല് ധർമ്മബുദ്ധി എന്നും ദുഷ്ടബുദ്ധി എന്നും പേരായി 2 സഹോദരങ്ങളുണ്ടായിരുന്നു ഒരു ദിക്കില്. പിതാവിന്റെ നിർദ്ദേശപ്രകാരം അവർ വിദേശത്ത് കുറച്ച് കച്ചവടത്തിനായി പോയി. കുറേ കാലം വ്യാപാരം നടത്തി വലിയൊരു തുക സമ്പാദിച്ചുകൊണ്ട് നാട്ടിലേക്ക് വന്നു. ആ നാണയങ്ങൾ ഒരു വൃക്ഷച്ചുവട്ടിൽ കുഴിച്ചിട്ടു. ഒരു രാത്രി ധർമ്മബുദ്ധി അറിയാതെ ആ പണം തട്ടിയെടുത്ത് മറ്റൊരിടത്ത് ഒളിച്ചു വെച്ചു. മറ്റേ ദുഷ്ടബുദ്ധി. 1 മാസം കഴിഞ്ഞ് ഒന്നും അറിയാത്ത മട്ടില്ലവൻ ധർമ്മബുദ്ധിയെ വിളിച്ച് ഇരുവർക്കും ഒന്നിച്ചു പോയി പണം എടുത്ത് പങ്കുവെക്കാമെന്ന് പറഞ്ഞു. അത് സമ്മതിച്ച ധർമ്മബുദ്ധി അവനോടൊപ്പം പോയി. മരച്ചുവട്ടിൽ കുഴിച്ചു നോക്കിയപ്പോൾ പണമില്ലെന്ന് കണ്ട് ദുഷ്ടബുദ്ധി താൻ അറിയാതെ ധർമ്മബുദ്ധി പണം അപഹരിച്ചതാണെന്ന് ആരോപിച്ചു. ധർമ്മബുദ്ധി നിരപരാധിയല്ലേ. അദ്ദേഹം താൻ നിരപരാധിയാണെന്ന് പറഞ്ഞു.
ദുഷ്ടബുദ്ധി നേരെ രാജസന്നിധിയിലെത്തി പരാതി ബോധിപ്പിച്ചു. ധർമ്മബുദ്ധി അവിടെയും തന്റെ നിരപരാധിത്വം തുറന്നു പറഞ്ഞു. സത്യാവസ്ഥ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് രാജാവ് മന്ത്രിയോട് ചോദിച്ചു. ഉടനെ ദുഷ്ടബുദ്ധി പറഞ്ഞു, ന്യായാധിപൻ നേരിട്ട് വന്ന് ആ വൃക്ഷത്തോട് ചോദിച്ചാൽ സത്യമുള്ള ആ വൃക്ഷം ആരാണ് കുറ്റവാളി എന്ന് പറയുമല്ലോന്ന്. ഓഹോ, ഇത് കേട്ട് എല്ലാവർക്കും അത്ഭുതമായി. പിറ്റേന്ന് തന്നെ അവർ പരീക്ഷിക്കാമെന്ന് തീരുമാനിക്കപ്പെട്ടു. ദുഷ്ടബുദ്ധി അന്ന് രാത്രി തന്റെ പിതാവിനെ കുറെ പണം കൊടുത്തിട്ട് ആ വൃക്ഷത്തിന്റെ താഴെയുള്ള വലിയ പോടിനുള്ളിൽ ഒളിച്ചിരിക്കണമെന്നും ന്യായാധിപൻ വന്ന് ചോദിക്കുമ്പോൾ ധർമ്മബുദ്ധിയാണ് പണം മോഷ്ടിച്ചെന്ന് പറയണമെന്നും ചട്ടം കെട്ടി. പണം കണ്ട് കണ്ണു മഞ്ഞളിച്ച ആ പിതാവ് തന്നെ നമ്മുടെ പറഞ്ഞത് കാക്കനാറ് പണം അളക്കൊല്ലാണ് എന്ന് പറഞ്ഞിട്ടില്ലേ. അങ്ങനെ ഒരു പുത്രനെതിരെ കള്ളസാക്ഷി പറയാൻ തയ്യാറായി. പിറ്റേന്ന് നേരം പുലരും മുമ്പ് വൃക്ഷപ്പോട്ടിൽ ഒളിച്ചിരുന്നു. പ്രഭാതത്തിൽ നീതിപാലകരെത്തി വലിയ ആൾക്കൂട്ടവുമായി ന്യായാധിപൻ വൃക്ഷത്തോട് ചോദിച്ചു, ഇവിടെ കുഴിച്ചിട്ടിരുന്ന പണം ആരാണ് മോഷ്ടിച്ചത്? ഇതിന് വൃക്ഷത്തിൽ നിന്ന് മറുപടി വന്നു, ഈ ധർമ്മബുദ്ധിയാണ് രാത്രിയിൽ വന്ന് പണം എടുത്തു കൊണ്ടുപോയത്. ഇത്ര വ്യക്തമായ വൃക്ഷം സംസാരിക്കുമോ? ന്യായാധിപന് സംശയം തോന്നി. വൃക്ഷത്തിന്റെ പോടിനുള്ളിൽ ആരോ ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ പോടിനുള്ളിൽ തീയിടാൻ അദ്ദേഹം കൽപ്പിച്ചു. നന്നായി. തീയിട്ടതും പുകയും ചൂടും കൊണ്ട് ഇരിക്കപ്പൊറുതിയില്ലാതെ വൃദ്ധൻ അതിനുള്ളിൽ നിന്നും പൊള്ളലോടെ പുറത്തു ചാടി. അയാൾ മരണാസന്നനായിരുന്നു. മരിക്കും മുമ്പ് വൃദ്ധൻ സത്യം പറഞ്ഞു. നിഷ്കളങ്കനായ ധർമ്മബുദ്ധിക്ക് മുഴുവൻ പണവും കൊടുക്കാൻ ദുഷ്ടബുദ്ധിയെ തുറുങ്കിലടക്കാനും വിധിയുണ്ടായി. അതാണ് പറഞ്ഞത്. സത്യം മാത്രമേ ജയിക്കുള്ളൂ എന്ന് പറയാറില്ല നമ്മള്. കപടബുദ്ധിയോട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്നും വിജയിക്കുകയില്ല. ന്യായമായ കാരണമുണ്ടെങ്കിൽ പ്രതികാരത്തിന് ഒരുങ്ങാം. പണ്ട് കൊക്ക് സർപ്പത്തിനോട് ചെയ്തതുപോലെ ആ കഥയും ഞാൻ പറയാം. പണ്ടൊരു കൊക്ക് ഇടുന്ന മുട്ടയെല്ലാം ഒരു സർപ്പം വന്ന് വിഴുങ്ങുമായിരുന്നു. ചെറിയ കുട്ടികൾക്ക് പഠിക്കാനുള്ള കഥയാണ്. ഏതെങ്കിലും കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ പഠിക്കട്ടെ. സർപ്പം മൂലം തനിക്കൊരിക്കലും സന്താനഭാഗ്യം ഉണ്ടാവില്ലെന്നായപ്പോൾ ചങ്ങാതി ഒരു മത്സ്യത്തോട് കൊക്ക് സങ്കടം പറഞ്ഞു. മത്സ്യം നല്ലൊരു പരിഹാരം നിർദ്ദേശിച്ചു. എന്താ പരിഹാരം? താങ്കൾ കുറച്ച് മാംസത്തുണ്ടുകൾ കീരിയുടെ മാളത്തിന് മുന്നിൽ നിന്ന് സർപ്പത്തിന്റെ മാളം വരെ ചിന്നിയിടണം. അതനുസരിച്ച് കൊക്ക് മാംസം വിതറിയിട്ടു. മാളത്തിൽ നിന്നും പുറത്തു വന്ന കീരി മാംസത്തുണ്ടുകൾ തിന്നൊടുവിൽ സർപ്പത്തിന്റെ മാളത്തിലെത്തി. സർപ്പത്തെ കണ്ടതും കീരി അതിനെ കടിച്ചു കൊല്ലുകയും ചെയ്തു. ഇങ്ങനെ ബുദ്ധിപൂർവം പ്രതികാരം ചെയ്യുന്നതിൽ തെറ്റില്ല. മറ്റൊരു കഥ കൂടി ഉദാഹരണമായി ഞാൻ പറയാം. ഒരിക്കലൊരു കച്ചവടക്കാരൻ തനിക്കാകെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പ് തുലാസ് സുഹൃത്തായ മറ്റൊരു കച്ചവടക്കാരനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം വിദേശ യാത്രക്ക് പോയി. അരി കച്ചവടക്കാരൻ കുറെ കാലം കഴിഞ്ഞ് മടങ്ങിയെത്തിയ അയാൾ സുഹൃത്തിനോട് തുലാസ് മടക്കി ചോദിച്ചു, അയ്യോ, അത് മുഴുവൻ എലികൾ കരണ്ട് തിന്നു കളഞ്ഞല്ലോ എന്നായിരുന്നു സുഹൃത്തിന്റെ മറുപടി. അങ്ങനെയെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞു കച്ചവടക്കാരൻ കുളിക്കാൻ പോയി. പുഴയിലേക്കുള്ള വഴി കാണിക്കാൻ ആ സുഹൃത്തിന്റെ മകനെ കൂടി ഒപ്പം കൂട്ടുകയും ചെയ്തു. ആ കുട്ടിയെ ഒരിടത്ത് രഹസ്യമായി പൂട്ടിയിട്ട ശേഷം അയാൾ മടങ്ങി വന്നു. തന്റെ മകനെവിടെയേ എന്ന് ചോദിച്ച സുഹൃത്തിനോട് കച്ചവടക്കാരൻ പറഞ്ഞു, ചങ്ങാതി, ഒരു പരുന്ത് വന്ന് നിങ്ങളുടെ മകനെ റാഞ്ചി കൊണ്ടുപോയില്ലേ, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് ചതിയാണെന്ന് മനസ്സിലായ സുഹൃത്ത് രാജസന്നിധിയിൽ പരാതി ബോധിപ്പിച്ചു. രാജാവ് കച്ചവടക്കാരനെ ചോദ്യം ചെയ്തു, ഒരു മനുഷ്യക്കുട്ടിയെ പരുന്ത് റാഞ്ചുക എന്നത് അസംഭവ്യമല്ലേ? അത് സംഭാവ്യമാണോ എന്ന് ചോദിച്ചു. സാധാരണഗതിയിൽ അസംഭവ്യമാണ് പ്രഭു. പക്ഷേ 1000 തുലാം തൂക്കമുള്ള ഇരുമ്പ് തുലാസ് കരണ്ട് തിന്നുന്ന എലികളുള്ള നാട്ടിൽ നിന്ന് സംഭവിക്കാമല്ലോ എന്ന് പറഞ്ഞു. രാജാവ് ഇരുവരെയും ചോദ്യം ചെയ്തപ്പോൾ സത്യമെല്ലാം പുറത്തു വന്നു. സുഹൃത്ത് തുലാസ് മടക്കി കൊടുത്തു. കച്ചവടക്കാരൻ കുട്ടിയെ മടക്കി കൊടുത്തു. കേട്ടിട്ടുണ്ടായിട്ടില്ലല്ലോ കുട്ടിയെ. ബുദ്ധിമാന്മാർ ഇങ്ങനെയൊക്കെയാണ് അനീതിയെ നേരിടുന്നത്. ഇപ്രകാരം പറഞ്ഞ് ഇരുവരും കൂടി ചെന്ന് നോക്കുമ്പോൾ സിംഹം കാളയെ കൊന്ന് കാടിച്ച് കീറുന്ന കാഴ്ചയാണ് കണ്ടത്. തന്റെ ഇംഗിതം സാധിച്ചതിൽ ദമനകൻ സന്തോഷമായി. കഥ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ച ഗോമുഖനെ എല്ലാവരും പ്രശംസിച്ചു. അതും ആ പ്രശംസയും പറഞ്ഞിട്ട് അദ്ദേഹം എല്ലാരും ഉറങ്ങാനും പോയി. അവർ ഉറങ്ങട്ടെ അല്ലേ. ബാക്കി നമുക്ക് ഒരു നാളെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ടാകുമ്പോ കഥ പറയാം. എന്ന് പറഞ്ഞ ഭാഗമെല്ലാം പൊന്നുണ്ണിക്കണ്ണന്റെ പാദത്തിൽ എന്ത് കഥയായാലും ശരി, അത് അവിടത്തേക്ക് തന്നെ കൊടുക്കാം.